വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് മഞ്ചൂരിയൻ ആണ്. വളരെ ഈസിയായി അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 4 മുട്ട ഉടച്ചിടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ബീറ്റ് ചെയ്തെടുത്ത മുട്ട ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് അല്പം ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി ഈ ബൗളിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിക്കാം. ഇപ്പോൾ ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ നന്നായി സ്റ്റീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾക്ക് ഈ മുട്ട വെച്ച ബൗള് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വേണം ഇതൊന്ന് വെന്ത് വരാൻ. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറക്കാം. കണ്ടോ, നമ്മളുടെ മുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ടയുടെ സൈഡ് ഒന്ന് ഇടിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. എല്ലാം കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കണം. ആ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇനി ബാറ്റർ തയ്യാറാക്കാം. അതിനായി മറ്റൊരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അല്പം ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ മുട്ട വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. കുറച്ചിട്ടാൽ മതി, കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇടാം. ഇനി നമുക്കിതിലേക്ക് അല്പമായി വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ ഇതിൽ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചൂടായ കടായിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഹീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി നമുക്ക് മറ്റൊരു കടായി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞതും ഇടാം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. കാപ്സിക്കം ഒന്നും അങ്ങനെ അധികം വെന്ത് പോകരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ സോസ് എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എഗ് മഞ്ചൂരിയൻ ഡ്രൈ ആയിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്താൽ മതി. സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ
1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ സെമി ഗ്രേവി ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. സോസിലൊക്കെ ഉപ്പുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എഗ്ഗ് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് നേരം ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സോസും ഇതെല്ലാം ഒന്ന് ഇതിലേക്ക് നന്നായി ഒന്ന് പിടിക്കണം. അപ്പോൾ 2 മിനിറ്റ് നേരം വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എഗ് മഞ്ചൂരിയൻ റെഡി ആയിട്ടോ. ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ വളരെ ഈസിയായി എഗ് മഞ്ചൂരിയൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.